ശേഷവും മെസ്സേജുകളായി ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചു. അതിനുശേഷവും ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതല്ലേ? എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത്. എക്സ്പോസ് ചെയ്യപ്പെടണം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ്. അപ്പം അത് തന്നെ ഹൂ കെയേഴ്സ്, അതാണ്. അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, പക്ഷെ അതുണ്ടായില്ല. മാഡത്തോട് തന്നെ പറഞ്ഞ സ്ത്രീകളുടെ ദുരനുഭവങ്ങളാണെന്ന് പറയുന്നു, അതായത് നേരിട്ടൊരു ദുരനുഭവമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരാൾ ഈ പൊതുസമൂഹത്തിൽ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിച്ച് നടക്കുമ്പോൾ പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട്, പ്രമാദമായ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിന് ഒരു വളം വെച്ച് കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ല. അതിനെന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 2-3 അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാനതിനെ ഇഗ്നോർ ചെയ്തു, ഞാനതിനെ നേരിട്ടു. എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ടൊന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും, ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല, ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല.